ഇന്ന് നമുക്ക് അരിപ്പൊടിയും കടലയും കൊണ്ട് ഒരു ഹെൽത്തിയായ പിടി ഉണ്ടാക്കാം. ഇത് ഹെൽത്തിയായ ഒരു ഫുഡാണ്. ആദ്യം 10-12 ചെറിയ ചുവന്നുള്ളിയും ഒരു നുള്ളി ജീരകവും ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി 1 കപ്പ് അരിപ്പൊടി എടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇത്. ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ട് വേവിച്ച കടല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ കുത്തി മാറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിൽ വേണ്ടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെങ്കിൽ അത് ഇടുകയും ചെയ്യാം. ഇനി ഒരുവിധം തണുത്ത ശേഷം ഇത് ബോൾസ് ആക്കി എടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇനി 3 ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ പൊടിയിലേക്ക് എന്തെല്ലാമാണോ ഇട്ട് കൊടുത്തത് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് പൊടിയിൽ ഇടുമ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചാൽ മതി. ഇത് കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ സൂപ്പറാണ്. പിന്നെ ഓയിലൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇതൊരു ഹെൽത്തിയായ ഫുഡ് കൂടിയാണ്. ഇനി വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നനച്ച് വെച്ച പൊടി ബോൾസാക്കി മാറ്റി വയ്ക്കാം. തിളച്ച് വന്നാൽ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി ബോൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും 1 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക നേരം തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കണം. നിങ്ങളും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.